ഗ്രേവി റൂട്ട്സിൻ്റെ ഫിഷ് കറി മസാല ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോളിയോസ്കി ഫിഷ് കറി ഉണ്ടാക്കാം. പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് 3 പാക്കറ്റ് കിട്ടും. അതിൽ ഒന്നാമത്തെ പാക്കറ്റ് പൊട്ടിച്ച് ഒരു പാത്രത്തിലിടുക. അതിനുശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ട് ഒരു മൺചട്ടി വെച്ച് ലേശം ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാല എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിച്ച് അതിൽ കാശ്മീരി ചില്ലി കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കുക. ഈ മസാലയിൽ ഉപ്പുണ്ടാവില്ല. ഉപ്പ് ചേർത്തതിന് ശേഷം 2 കുടംപുളി എടുത്തിട്ട് അങ്ങോട്ട് തട്ടിക്കോളൂ. അതിനുശേഷം അങ്ങോട്ട് തിളപ്പിച്ച് വരുമ്പോൾ മീനെടുത്ത് സ്ലോ മോഷനിൽ പതിയെ പിറക്കി വെക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് 8 മിനിറ്റ് അങ്ങോട്ട് വറ്റിക്കുക. വറ്റി വരുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ സംഗതി സ്വാദിഷ്ടമായിട്ടുള്ള ഗ്രേവി റൂട്ട്സിൻ്റെ ഫിഷ് കറി റെഡിയാണ്. നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ദിവനാണ് താരം. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ചോറും ഗ്രേവി റൂട്ട്സിൻ്റെ മീൻകറിയും പിന്നെ കുറച്ച് സാമ്പാറും പിന്നെ ഒരു മീൻ പൊരിച്ചതും കുറച്ച് അച്ചാറും. ഹാപ്പി.